ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാംസ് വേൾഡ് ഓഫ് ജോയ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ആണ്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന മല്ലിയിലയാണ്. ഇനി നമുക്ക് വേണ്ടത് ചെഡ്ഡാർ ചീസാണ്. ചെഡ്ഡാർ ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയും ചെഡ്ഡാർ ചീസും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ പാകമനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഉണ്ടാക്കേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്ത് പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ ചെറിയ സ്റ്റിക്സിൻ്റെ ഷേപ്പിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഓൾറെഡി ഇതിൽ ചീസ് ഇട്ടത് കാരണം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചീസ് സ്റ്റിക്സിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ചീസ് സ്റ്റിക്സും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓരോ ചീസ് സ്റ്റിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എടുത്തു വയ്ക്കാം. നമ്മുടെ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഒക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഒക്കെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ചീസ് സ്റ്റിക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് നമ്മുടെ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ്. ബോയിൽഡ് പൊട്ടറ്റോയും ചെഡ്ഡാർ ചീസും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.